ഇത്ര ഈ 5-8 മാസം ധ്യാനം കൂടായിരുന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഞാൻ കഴിഞ്ഞ നമ്മൾ ബുധനാഴ്ച ഞാൻ പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളുടെ അടുത്തൊരു അമ്മായി എന്നോട് ഞാൻ പറഞ്ഞു, അമ്മായി എനിക്കൊരു ധ്യാനം കൂടാൻ പോകണമെന്നുണ്ട്, എങ്ങനെയാണെന്ന് അറിയത്തില്ല, ആരുമില്ല വീട്ടിൽ, അന്നേരം ഇത്തവണ പോകാൻ ഒക്കുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിരുന്നൊരു ഉച്ചയായപ്പോൾ സാൽമയുടെ ഫോൺ വന്ന്, ചേച്ചി ധ്യാനത്തിന് വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല സാൽമ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. ചേച്ചിയെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ കിട്ടിയോണ്ടാണ് വിളിച്ചെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ വിളിച്ച് പറയാമെന്ന് ഒരു 4 മണിയായപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോരാനായിട്ടൊക്കെ രാത്രിയിലൊക്കെ എനിക്ക് ഭയങ്കര ഗ്യാസ് കയറി. ഞാൻ എൻ്റെ മാതാവേ എനിക്ക് പോകാൻ ഒക്കുമെന്ന് തോന്നിക്കുന്നില്ല എന്ന് മനസ്സിലോർത്ത് ഞാൻ പ്രാർത്ഥിച്ച് കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ധ്യാനത്തിനായി സാൽമ ഇവിടെ വന്നപ്പോൾ ആരുമില്ല. ഞങ്ങളുടെ അവിടെ നിന്ന് ഞങ്ങൾ 2 പേരും മാത്രമേ. അപ്പം ഞാൻ പോയി ഇവിടെ വരുമ്പോൾ ആരുമില്ല, എനിക്ക് അറിയാവുന്നവരാരും എനിക്കൊരു കൂട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് അവിടെ നിന്ന് ആരെങ്കിലും കിട്ടും ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് ആ കൊച്ചിനെ കിട്ടി, അതിനെ എനിക്ക് കിട്ടി. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന് എനിക്ക് ശാരീരികമായിട്ട് ഒത്തിരി വിഷമമുണ്ട്, ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഇവിടെ വന്ന് കുമ്പസാരിക്കുന്നതിനന്ന് ബ്രദർ പറഞ്ഞു നല്ലൊരു കുമ്പസാരം നടത്തണം എന്ന്. ഞാൻ അതുപോലെ നല്ലൊരു കുമ്പസാരം നടത്തുന്നതിന് മുന്നേ എൻ്റെ കൈയും കാലും അങ്ങോട്ട് മാറുന്നില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കാനോ. ഞാൻ എൻ്റെ ദൈവമേ എനിക്ക് സ്തുതിക്കാനോ പ്രാർത്ഥിക്കാനോ നോക്കുമെന്ന് തോന്നിക്കുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. കൈക്കും കാലിന് ഭയങ്കര ഭാരം കാലിന്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലൊരു കുമ്പസാരം നടത്തി. കുമ്പസാരം കഴിഞ്ഞപ്പോൾ എൻ്റെ ആ വിഷമങ്ങളെല്ലാം മാറി. എനിക്ക് മനസ്സിന് ഒത്തിരി ഭാരമായിട്ടാണ് ഞാൻ വന്നത്. ഇതുപോലൊരു ധ്യാനം ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയാലും ഞാൻ ഒത്തിരി ധ്യാനം കൂടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ധ്യാനം ഒരു സ്ഥലത്തും കൂടിയിട്ടില്ല. ഇങ്ങനെ ഒരു അനുഭവം നമുക്ക് ഇവിടുത്തെ കണക്ക് ഒരു ധ്യാനകേന്ദ്രത്തിൽ നടന്നിട്ടുമില്ല. അപ്പോൾ ഇതൊരു വലിയൊരു അനുഭവവും വലിയൊരു ഭാഗ്യമാണ് ഈ ധ്യാനം ഇവിടെ ഒന്ന് കൂടിയതിന്. അതിന് ദൈവത്തിന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ സാരിമാതാവിൻ്റെ ഫോട്ടോ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ദൈവമേ, ഈ സാരിമാതാവ് ഏത് പള്ളിയിലായിരിക്കുന്നത്? നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു പള്ളി കണ്ടിട്ടില്ല, മാതാവ് ഇരിക്കുന്ന പള്ളി. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം വേളാങ്കണ്ണി ചെല്ലുമ്പം ഒരു 4 മണിയായപ്പം അവിടെ പ്രദക്ഷിണം നടക്കുന്നു, മാതാവിൻ്റെ പ്രദക്ഷിണം, സാരിമാതാവിൻ്റെ പ്രദക്ഷിണം. അയ്യോ, ഞാൻ പറഞ്ഞു ഇവിടെ ആണല്ലോ ഈ മാതാവ് ഇരിക്കും. ഇതുപോലെ മന്ത്രോടിയൊക്കെ ഇവിടുന്ന് നല്ല ഇതുപോലെ തന്നെ. ഞാൻ എൻ്റെ ദൈവമേ, മാതാവിനെ ഞാൻ ഏത് പള്ളിയിലാണെന്ന് പോലും അറിയില്ല, ഇവിടെ വന്ന് ഇതും കണ്ടല്ലോ, എൻ്റെ മാതാവിന് അവിടെ ഇരുന്നുകൊണ്ട് കുറേ നന്ദി പറഞ്ഞു ഞാൻ പോകുന്നു. ദൈവമേ അങ്ങേക്ക് നന്ദി, 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ യോഷിക്കുന്നു. നൽകിയ അനുഗ്രഹത്തെ നന്ദി പറഞ്ഞു.